ആ പിന്നെ ഫൈസി സ്നേഹം കൂടെ ഇന്ന് അവിടെ ചെന്നിരുന്നു. എന്തിന്? പീരുമേട് കോർട്ടിൽ സ്നേഹയ്ക്കിന്ന് എന്തോ ഒരു കേസുണ്ടായിരുന്നു. എന്നിട്ട് അവർ തിരിച്ചു പോയോ? ആ പെട്ടെന്ന് തന്നെ അവര് പോയി. ആ പിന്നെ ആലീസിന്റെ അപ്പച്ചന് ചെസ്റ്റ് പെയിൻ വന്ന് ഹോസ്പിറ്റലാണത്രേ. അപ്പോ അവളവിടെ നിന്ന് പോയോ? ഇല്ല, വലിയ സീരിയസ് ഒന്നും അല്ലെന്നാ കേട്ടത്. നിരഞ്ജനയും മോനും തനിച്ചാവോന്ന് കരുതി അവൾ അവിടെ തന്നെ നിൽക്കുക. അതുകൊണ്ട് നാളെ അങ്ങോട്ട് ചെല്ലാൻ ഞാനൊന്ന് പറഞ്ഞത്. എന്തോ അടിയൊഴുക്ക് നടക്കുന്നുണ്ട്. എന്താളിയ നടരാജ, ഫൈസി അവന്റെ ഭാര്യയും റോസറി ബംഗ്ലാവിൽ പോയിരുന്നു. നമ്മൾ അർച്ചനയെ തിരിച്ചറിഞ്ഞെന്ന് അവന് മനസ്സിലായി. അവളെ അവിടെ നിന്ന് മാറ്റിയോ? ഇതുവരെ ഇല്ല. ഇപ്പോഴും അവൾ അവിടെ തന്നെ ഉണ്ട്. അവളുടെ അപ്പച്ചൻ ഹോസ്പിറ്റലാണെന്ന് നിരഞ്ജനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുക അവള്. എങ്കിൽ നാളെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മുന്നൊരുക്കണളിയ. ഞാനും അങ്ങനെ സംശയിക്കുന്നു. ഫൈസി പോയത് അവിടെ ഇവിടുന്ന് മാറ്റാൻ തന്നെ. സംശയം വേണ്ട അളിയ. അവന്റെ പിന്നാലെ പോകാൻ പറ്റില്ല. നിരഞ്ജന സംശയിക്കും. ഇത് ഫൈസി പറഞ്ഞു കൊടുത്ത അടവ് തന്നെ. നമ്മൾ കാത്തിരിക്കാൻ പാടില്ലായിരുന്നു. വിവരം അറിഞ്ഞ ഉടനെ പോകേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു. നാളെ നമ്മളവിടെ എത്തുമ്പോ അവള് കടന്നു കളഞ്ഞാൽ നമ്മൾ വീണ്ടും തോറ്റുപോകും. എനിക്കത് സഹിക്കാൻ കഴിയില്ല. ഇനി കാത്തിരിക്കണ്ട അളിയ. രാത്രി തന്നെ പുറപ്പെടാം. അളി ഇറങ്ങിക്കോ, ഞാൻ പിള്ളേരെ വിളിക്കാം. ഇന്നിനെ അതിന് കഴിയില്ല. നാളെ വെളുപ്പിന് യാത്രയാണെന്ന് ജയന്തിയോട് ഞാൻ പറഞ്ഞുപോയി. അളിയൻ എന്തെങ്കിലും ഒരു കളവ് പറ. ഈ രാത്രി നമുക്ക് വിലപ്പെട്ടതാ. അവളെ രക്ഷപ്പെട്ടു പോയാലും നമ്മുടെ മുന്നിൽ ഫൈസിയില്ലേ. അവൻ എന്റെ മുമ്പിൽ അവളെ കൊണ്ടുവരും. യാത്രയിൽ മാറ്റമൊന്നുമില്ല. വെളുപ്പിന് തന്നെ പുറപ്പെടാം. നേരം വിളിക്കുന്നത് മുതൽ റോസറി ബംഗ്ലാവിൽ സുഗതന്റെ നിരീക്ഷണം ഉണ്ടാവും. അവള് രാത്രി ആരും അറിയാതെ പോയെന്നും വരും. ഫൈസി മൂന്നാറിൽ തന്നെ ഉണ്ടാവും. അളിയനുടനെ സുഗതനെ വിളിക്കും. ഇന്ന് രാത്രിയും നമ്മളവിടെ എത്തുന്നവരെയും ബംഗ്ലാവിൽ പോലീസ് നിരീക്ഷണം വേണം. അവൾ രാത്രിയോ രാവിലെയോ ഇറങ്ങിപ്പോയാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാവും. റോസ്ലി ബംഗ്ലാവിൽ ചെന്ന് അവളെ പിടികൂടുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും അത്. അതുകൊള്ളാം. ഞാൻ സുഗതനെ ഇപ്പൊ തന്നെ വിളിക്കാം. ശരി അളി. പോസ്റ്റ് ആരുമില്ലേ? ഒരു ലെറ്റർ ഉണ്ട്. കേറി വാ. അർച്ചനയ്ക്കൊരു രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ട്. അർച്ചന ആരാ? എന്റെ മോളാ. ഇപ്പോ അവളെ ജോലി സ്ഥലത്താ, ചെന്നൈയിലാ. എവിടെന്നാ ലെറ്റർ? ബാങ്ക് ടെസ്റ്റ് വല്ലതും എഴുതിയിരുന്നോ? ആ എഴുതിയിരുന്നു. റിക്രൂട്ട്മെന്റ് ബോഡിന്നാ. ഇന്റർവ്യൂവിന്റെ ലെറ്റർ ആണെന്നാ തോന്നുന്നത്. മോൾ ഒപ്പിട്ട് തരും. നിങ്ങളാ ലെറ്ററാ? അതൊന്നും പറ്റില്ല. ഇത് രജിസ്റ്റേർഡ് ലെറ്ററാ. അതെനിക്കറിയാം. ചെന്നൈയിൽ നിന്ന് അർച്ചനയ്ക്ക് ഓടി വരാൻ പറ്റില്ല. ഞാൻ ഇന്റിമേഷൻ എഴുതി വെക്കാം. ഒരാഴ്ചക്കുള്ളിൽ ലെറ്റർ ഒന്ന് വാങ്ങിച്ചാൽ മതി. എന്നാ ഇന്റർവ്യൂ എന്നറിയാൻ നിങ്ങളത് കൊണ്ടുപോയാ ഒരു ജോലി നഷ്ടമാകുന്നേ. എന്റെ പണി പോകുന്ന കേസാ. നിങ്ങൾക്ക് അതൊക്കെ പറയാം. നിങ്ങൾക്കൊരു ദോഷവും വരില്ല. അവൾക്ക് പെട്ടെന്നൊന്നും ലീവ് കിട്ടാത്ത ജോലിയാ. മോളെ ഒപ്പിട്ട് കൊടുക്ക്. ഇവിടെ ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ ശരി. പൊട്ടിച്ചു നോക്കൂ മോളെ. ഇന്റർവ്യൂവിനുള്ള ലെറ്റർ. അടുത്ത മാസം 16-ന് എറണാകുളത്ത് വെച്ചാ. എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു. അച്ചുവേച്ചി റാങ്ക് ലിസ്റ്റിൽ വരും, ഉറപ്പാ. അതിലെന്താ സംശയം? അവളുടെ ജീവിതം ഈ വഴിക്കാക്കിയത് ആ ടെസ്റ്റിന് പോയതാ. ഒടുവിൽ അതിന്റെ ഗുണവും കിട്ടി. നീ അച്ചുവേച്ചി ഒന്ന് വിളിച്ചു പറ. ബെല്ലടിക്കുന്നുണ്ട്. ബെല്ലടിച്ചു നിന്നല്ലാതെ എടുക്കുന്നില്ല.
അച്ചുവേച്ചി തിരിച്ചു വിളിക്കും. വലിയ ശമ്പളത്തിലാ തുടക്കം. ഒരു ബാങ്കിൽ അവൾ ഇരിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്തൊക്കെ അനുഭവിച്ചതാ അവള്. ഒടുവിൽ അവക്കും ഒരു നല്ല കാലം വരും. അതിന്റെ ഫലം നമുക്കും കൂടിയാ. ജോലി കിട്ടുമെന്ന് അവൾ ആണയിട്ട് പറഞ്ഞിട്ടും അന്നത് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചില്ല. ആ ചെവളയ്ക്ക് അവളെ പിടിച്ചു കൊടുത്തിരുന്നെങ്കിലോ? അച്ഛനൊരു അന്വേഷണമൊക്കെ നടത്തി. ആന്റി മൂന്നാറിലില്ലെന്ന് അറിഞ്ഞത്. ആ സുധി, ദേ ആലിസ് വന്നിട്ടുണ്ട്. സുധിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? അതെന്ത് ചോദ്യാടൂ? ആലീസിന്റെ കയ്യിൽ ഫോൺ കൊടുക്ക്. ആ ഞാൻ കൊടുക്കാൻ. ആ അങ്ങനെ അങ്ങ് പോവല്ലേ. ദേ സുധിയോട് സംസാരിക്ക. വേണ്ട മാഡം. എന്തെങ്കിലും ഒന്ന് സംസാരിക്കാം ആലിസേ. ദാ സുധിക്ക് എന്തോ അത്യാവശ്യമായിട്ട് പറയണമെന്ന് പറഞ്ഞു. ഒന്ന് സംസാരിക്കേ. ആലീസേ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആലീസിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ മോനെ എനിക്ക് തിരിച്ചു തന്നത് ആലീസ. എന്റെ ഈ ജന്മം ഞാൻ ആലീസിനോട് കടപ്പെട്ടിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആലീസിനെ ഞങ്ങളുടെ സ്വന്തം ആളായിട്ടാണ് ഞങ്ങൾ കരുതുന്നേ. ഇതുവരെ ആലീസിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. ഒരു ഫോട്ടോ അയച്ചു തരാൻ നിരഞ്ജനോട് ഞാൻ പറയുന്നുണ്ട്. അല്ല, ഞാൻ പറയുന്നതല്ലാതെ ആലീസ് ഒന്നും മിണ്ടുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ട്. ഹാവു, അത്രയെങ്കിലും പറഞ്ഞല്ലോ. ഹലോ സുധി. ആലീസ് പോയോ? അവളെന്താ ആണുങ്ങളോടൊന്നും സംസാരിച്ചിട്ടില്ലേ? ആളൊരു നാണക്കാരിയാ. ആ പിന്നെ എന്തുകൊണ്ട് അവിടെ വിശേഷം? അയാളെ കണ്ടോ ഫൈസി? വീട്ടിലും SP ഓഫീസിലും ഞാൻ പോയിരുന്നു. വിശ്വനാഥ് സാർ ഔട്ട് ഓഫ് സ്റ്റേഷനാ. മൂന്നാറിലേക്ക് പോയതാവോ? എന്ന് തന്നെ കരുതാം. ആ നടരാജൻ വക്കീലും സ്ഥലത്തില്ല. അയാളുടെ ഗുമസ്തനെ വിളിച്ചപ്പോൾ പറഞ്ഞത് സാർ പീരിമേടിന് പോയിന്നാ. അവര് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അർച്ചനയെ തന്നെ. നമ്മളിനി എന്ത് ചെയ്യും ഫൈസി? ഒരു സംഘം ആളുകളുമായി വിശ്വനാഥ് സാറിന് നേരെ ചെന്ന് റോസ്ലി ബംഗ്ലാവിൽ കയറാനാവില്ല. വക്കീലും കൂടെയുള്ളവരും മൂന്നാറിലെ ഏതെങ്കിലും ഹോട്ടലിലാവും. ആ നടരാജൻ വക്കീലിന് നിരഞ്ജനയുടെ മുന്നിലേക്ക് പോകാനും പറ്റില്ല. അത് ശരിയാ. നീ അർച്ചനയെ ഒന്ന് വിളിച്ചു നോക്ക്. അവള് ഫോൺ എടുക്കുമെന്നറിയില്ല. ഞാൻ വിളിക്കാം. ഈ രാത്രി എന്തെങ്കിലുമൊക്കെ നടക്കും. സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. അച്ഛനെന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. അമ്മ വന്നില്ലേ അച്ഛാ? ഇല്ല, എനിക്ക് ദേവികുളത്ത് വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. രാവിലെ എത്തിയതാ. നാളെയും കൂടെ ഉണ്ട്. ഗസ്റ്റ് ഹൗസിൽ റൂമുണ്ട്. പിന്നെ അതുവരെ വന്നിട്ട് ഇവിടെ കയറാതെ പോകുന്നത് എങ്ങനെയാ? അച്ഛൻ വരുന്ന വിവരം അമ്മയൊന്നും അറിയിച്ചുകൂടിയില്ല. തിരക്ക് കാരണം ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ലെന്ന് ഞാൻ ജയന്തിയോട് പറഞ്ഞിരുന്നു. പിന്നെ കയറാതെ പോയാ നിനക്ക് വിഷമാവുമെന്ന് കരുതിയ ജയന്തി വിളിച്ചു പറയാതിരുന്നത്. ഭാമിനി തിരിച്ചു പോയല്ലേ? ആന്റി പോയി.
ഇത്രയും ദിവസം ഇവിടെ നിന്ന് തന്നെ ഒരു അത്ഭുതമല്ലേ? അവിടെ ഇവിടെ ഇല്ലേ ആലീസ്? ഉണ്ട്, ആലിസ് കിച്ചണിലുണ്ട്. ആലിസേ, ഒരു ചായ ഇങ്ങ് എടുത്തോ. കുറെ ഓഫീസേഴ്സ് ഉണ്ടോ അച്ഛാ? 7-8 ജില്ലയിൽ ഓഫീസേഴ്സ് ഉണ്ട്. ആഹാ. നാളെ എനിക്ക് തിരിച്ചു പോണം. ചായ. ആലീസിന് സുഖമല്ലേ? അതെ സർ. ആ, നിന്റെ അപ്പച്ചന്റെ അസുഖമൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറച്ച് ഭേദമുണ്ട്. ഹാർട്ട് പേഷ്യന്റ് അല്ലേ? അച്ഛനെങ്ങനെ ഇതൊക്കെ അറിഞ്ഞ്? നിന്റെ കൂടെ ഒരാൾ കഴിയുമ്പോൾ അയാളുടെ വിവരങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കണ്ടേ? ആലിസിന്റെ അപ്പച്ചൻ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് ഡോക്ടർ പറഞ്ഞതാ. നമുക്കത് നടത്തി കൊടുക്കണം അച്ഛാ. ആലീസ് ഇപ്പൊ നമ്മളിൽ ഒരാളല്ലേ. അവൾക്കായാലും അവരുടെ അപ്പച്ചനായാലും ഒരു രോഗം വന്നാൽ ചികിത്സിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. കുറെ കാലമായി തുടങ്ങിയ രോഗമല്ലേ, ഇനി വച്ചോണ്ടിരിക്കണ്ട, ചികിത്സ തുടങ്ങാം. അച്ഛൻ പറഞ്ഞു കേട്ടല്ലോ. ആലിസ് എന്നാ കിച്ചണിലേക്ക് ചെല്ല. ഡിന്നറിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. എന്തെങ്കിലും സാധനം ഇല്ലെങ്കിൽ അഴകേഷനെ ടൗണിലേക്ക് വിട്ടാൽ മതി. അച്ഛനൊന്ന് ഫ്രഷ് ആവാ. അച്ഛനിങ്ങ് എത്തിയ വിവരം ഞാൻ അമ്മയെ വിളിച്ചൊന്ന് അറിയിക്കട്ടെ. വിശ്വനാഥൻ സാറ് മാത്രമേ റോസ്ലി ബംഗ്ലാവിൽ എത്തിയിട്ടുള്ളൂ. മറ്റുള്ളവരെ ഹോട്ടലിൽ കാണും. വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് നിരഞ്ജന പറഞ്ഞില്ലേ? ഒഫീഷ്യലായിട്ടുള്ള വരവാ. മറ്റുദ്യോഗസ്ഥരൊക്കെ റിസോർട്ടിലുണ്ടെന്നാ അവളോട് പറഞ്ഞത്. അർച്ചനയുടെ കാര്യത്തിൽ നമ്മൾ പേടിച്ചേ തീരൂ ഫൈസി. കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും എന്ത് ധൈര്യത്തിലാ അർച്ചന ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നിരഞ്ജനയുടെ മുമ്പിൽ വെച്ച് ഒരപകടം സംഭവിക്കില്ലെന്ന ധൈര്യം തന്നെ അർച്ചനയ്ക്കുള്ളത്. നിരഞ്ജനയെ സാക്ഷിയാക്കി നിർത്തിയിട്ട് വേണോ അവളെ എന്തെങ്കിലും ചെയ്യാൻ? നിരഞ്ജനയും അർച്ചനയും കുഞ്ഞും ഒരു മുറിയിലാണത്രേ ഇപ്പൊ ഉറങ്ങുന്നത്. വിശ്വനാഥൻ സാറിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അർച്ചന വിശ്വസിക്കാനുള്ള കാരണവും അത് തന്നെയാ. ചിലപ്പോ ഇന്ന് രാത്രി നമ്മൾ പേടിക്കുന്ന പോലെ സംഭവിക്കില്ല. പിന്നെന്തിനാ വിശ്വനാഥൻ സാറ് നടരാജൻ വക്കീലിനെ കൂട്ടി മൂന്നാറിലേക്ക് പോയത്? വെറുതെ മഞ്ഞു കൊള്ളാനോ? അർച്ചന അവിടെയുണ്ടെന്ന് അവര് നേരത്തെ മനസ്സിലാക്കിയതാ. ഇതുവരെ കാത്തിരുന്നത് അവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാവാനാ. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താവും വിശ്വനാഥൻ സാർ കരുക്കൾ നീക്കുന്നത്. വിശ്വനാഥൻ സാർ അങ്ങോട്ട് ചെന്നതിന്റെ സന്തോഷത്തിലാ നിരഞ്ജന ഇപ്പോ. അവളോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? സ്നേഹം ഒന്നുകൂടി അർച്ചനയെ വിളിക്കുക. ഈ രാത്രിയിൽ നിരഞ്ജനയുടെ മുറി വിട്ട് പോകരുതെന്ന് പറ. നീ ഒന്നുകൂടെ ഒന്ന് വിളിക്ക്. അച്ചുവച്ചിയുടെ ഫോൺ ചിലപ്പോ സൈലന്റ് ആക്കി വെച്ചിരിക്കും. റിങ് ചെയ്യുന്നുണ്ട് മോളെ, എടുക്കുന്നില്ല. ഈ നേരമായിട്ട് എന്തെടുക്കും അച്ചുവച്ചി? ക്വാർട്ടേഴ്സ് അല്ലേ, ചിലപ്പോ ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടാവും. അച്ചുവച്ചി ക്വാർട്ടേഴ്സിൽ വന്നിട്ടും ഫോൺ സൈലന്റ് ആക്കി വച്ചിരിക്കുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാതെ. ഈ വിവരം എങ്ങനെ ഒന്ന് അറിയിക്കും? റൂമിൽ വരുമ്പോ തിരിച്ചു വിളിക്കും. നീ ഒന്ന് സമാധാനപ്പെടും. ഇന്റർവ്യൂവിന് ലെറ്റർ വന്ന വിവരം അച്ചുവച്ചിയോട് ആദ്യം പറയുന്നത് ഞാനായിരിക്കണം. എത്ര മാസമായിട്ടുള്ള കാത്തിരിപ്പാ. അച്ചുവച്ചിക്ക് സന്തോഷം കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. അച്ചുവച്ചിക്ക് ജോലി കിട്ടുമ്പോ നമ്മളും രക്ഷപ്പെടുകയല്ലേ. അച്ചുവച്ചി അവിടുന്ന് വേഗം തിരിച്ചു വന്നാ മതിയായിരുന്നു. ഇന്റർവ്യൂവിന് വന്നിട്ട് അച്ചുവച്ചിയെ പിന്നെ തിരിച്ചങ്ങോട്ട് വിടരുത്. ജോലിയിൽ കയറുന്നവര് അച്ചുവച്ചിയുടെ ജീവിതം സേഫ് അല്ല. ജോലി കയറിയ SP എന്നല്ല ആർക്കും അച്ചുവച്ചിയെ തൊടാൻ പോലും പറ്റില്ല. ദൈവമേ, ഒന്ന് വിളിച്ചെങ്കിൽ. പിള്ളേരെ നിങ്ങൾ വന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ?
നീ വാ. ഹലോ. അവിടെ എത്തിയിട്ട് അളിയൻ വിളിച്ചില്ല? അതിന് മാത്രമുള്ള വിശേഷങ്ങളൊന്നും ഉണ്ടായില്ല നടരാജ. അളിയൻ അർച്ചനെ കണ്ടോ? സാക്ഷാൽ അർച്ചനയായി അവൾ എൻ്റെ മുന്നിൽ വന്നു. ഇതുവരെ സംശയമൊന്നുമില്ലല്ലോ അവൾക്ക്? എന്ത് സംശയം? എന്നെ കാണുമ്പോൾ എപ്പോഴും ഒരു ടെൻഷൻ അവൾക്ക് ഉണ്ടാവുന്നതല്ലേ. അർച്ചനയ്ക്ക് ഇപ്പോൾ സംശയമൊന്നും തോന്നാൻ പാടില്ല. നാളെ നേരം പുലരുമ്പോൾ റോസറി ബംഗ്ലാവിൽ നിന്ന് അവൾ അപ്രത്യക്ഷയാവും. അതിൽ കൂടുതലൊന്നും നിരഞ്ജനയ്ക്കോ ജയന്തിക്കോ അറിയില്ല. നടരാജൻ എൻ്റെ കൂടെ മൂന്നാറിന് വന്ന വിവരം ഗീതയ്ക്കും അറിയില്ലല്ലോ. ഇന്ന് രാത്രി കൊണ്ട് വലിയൊരു പ്രശ്നത്തിന് നമ്മുടെ പരിഹാരം കാണുക. അളിയെ വിളിച്ച് 15 മിനിറ്റിനുള്ളിൽ ഞാനും പിള്ളേരും റോസ്ലി ബംഗ്ലാവിൽ എത്തിക്കൊള്ളാം. പിന്നെ ആ സെർവന്റിന്റെ കാര്യത്തിലൊരു ശ്രദ്ധ വേണം. അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലേ. നടരാജൻ വച്ചോ. ശരിയളിയാ. എന്തൊരു തണുപ്പാ ഇവിടെ. വെള്ളം തൊടാതെ ഇതിപ്പോ രണ്ടാമത്തെയാ. കുരുമുളക് ചേർത്ത് സமைச்சதா സാർ? നീ ഇരിക്കടാ. எப்படி இருக்கு சார்? കൊള്ളാം. ஆலிஸ் சமைச்சதா சார்? நல்ல கைப்புண்ணியா சார் அவளுக்கு. அவங்க கைப்பட்டாலே நல்ல ருசி சார். എടുത്ത് പിടിപ്പിക്കടാ. ஐயோ வேணா சார். അതെന്താടാ, നീ കഴിക്കില്ലേ? അതല്ല സാർ, സാർക്ക് മുന്നാടി എപ്പടി? മദ്യത്തിന് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. കഴിക്കടാ. നിനക്ക് എന്നും പതിവുണ്ടോടാ? കുളിര് മാറിருக்கு 2 രം അടിപ്പേ സാർ. ആനാ ബോധമില്ലാതെ തൂങ്ങ മാട്ടേ. എന്നിട്ടാണോടാ ഈ വീട്ടിൽ ഒരു കള്ളം കയറിയത്? നാന്താ സാർ അവനെ പിടിച്ചത്. എന്താ നമ്മൾ പറഞ്ഞു വന്നത്? ആലീസ് நல்ல புள்ளையா சார்? இந்த மாதிரி தங்கமான ஒரு புள்ளைய நான் பார்த்ததே இல்லை சார். நிறைஞ்ச மனசுதான் அவங்களுக்கு. ஒரு கப்பு டீ கொடுத்தா அன்னைக்கு வேற சாப்பாடே வேணாங்க. അവള് നല്ലവളാണെന്ന് അറിഞ്ഞിട്ടല്ലേ ചോദിച്ച ശമ്പളം കൊടുത്ത് ഇവിടെ കൊണ്ട് നിർത്തിയത്. അവരുടെ അപ്പച്ചന്റെ ഓപ്പറേഷൻ ഞങ്ങൾ ഏറ്റിട്ടുണ്ട്. പുണ്യം കിടക്കും സാർ. ഫാമിലി എന്തിനാ തിരിച്ചു പോയത്? സാർക്ക് എല്ലാം தெரியுമെന്ന് എനിക്ക് தெரியும். அவங்க குழந்தையை ஏன் பண்ணி வந்திருக்கே சார்? ஆலிஸ் இருந்ததுனாலே தான் அந்த வில்லியம்ஸ் கிட்ட இருந்து குழந்தையை காப்பாற்ற முடிஞ்சது. அவங்க குழந்தையை எடுத்து வில்லியம்ஸோட கையை கொடுத்தப்போ ஆலிஸ் தான் காப்பாத்தினது. கேஸுக்கு போக வேணான்னு அம்மா தான் சொன்னாங்க. അവനെ നിനക്കറിയോ? நான் அவனை அப்பத்தான் பார்த்தது. அவன் ஊரு வந்து കാന്തല്ലൂര് தான். അച്ഛാ, ഫുഡ് കഴിക്കാം. മോനെടുത്ത് വെച്ചോ. അഴകേശൻ നല്ല ഫോമിലാണല്ലോ. അത് വന്ന് അമ്മ ഞാൻ ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചു. അച്ഛൻ ഇവിടെ ഉള്ളത് എനിക്ക് അഴകേശനേക്കാൾ ബലവാ. വരൂ അച്ഛാ. ഒന്നുകൂടി ഒടിച്ച് കഴിക്കടാ. എന്താങ്ക